ഹലോ ഗായ്സ്, അങ്ങനെ കൊട്ടിയൂർ യാത്രയുടെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് കേട്ടോ. കൊട്ടിയൂരിലെ ആ ഒരു പ്രധാന ആകർഷണമായ ഓടപ്പൂവും വാങ്ങി അവിടുത്തെ മഹാമലബാർ മേളയിലും ഫാൻസി സ്റ്റോറുകളിലുമൊക്കെ കണ്ട് ആ തെരുവിലൂടെയുള്ള ബസ് യാത്ര പ്രത്യേക ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ പോകുന്നത് ബസ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കണ്ടെത്തുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നത് ആ സ്ഥലത്ത് തന്നെയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് അതേ സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് വെക്കാനുള്ള ആ ഒരു സ്പേസും ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല കോടയും അതുകൂടാതെ തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ തോർത്തുമെടുത്ത് ഞങ്ങൾ പോയത് പുഴയിലേക്കാണ്. പുഴയിൽ ഒന്നിറങ്ങി മുങ്ങിക്കുളിച്ചപ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഫ്രഷായിട്ടോ. കൊട്ടിയൂരിൽ ഞങ്ങൾക്ക് നല്ലതുപോലെ തന്നെ വരി കിട്ടി കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 മണിക്കൂർ വരി തിന്നതിന് ശേഷമാണ് ഞങ്ങൾ കുളിച്ചൊക്കെ റൂമിലേക്ക് പോയത് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് നല്ല വിശപ്പോടെയാണ് കേട്ടോ ഞങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഞാനിതാ മോയ്സ്ചറൈസറൊക്കെ ഇടാണ്, ഒന്നും പറയാനില്ല കേട്ടോ. ഇതൊന്നല്ല, അതുകൊണ്ട് കണ്ണാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫോണിൻ്റെ ക്യാമറ വെച്ചിട്ടാണ് കേട്ടോ മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. മേക്കപ്പ് എന്ന് പറയാനൊന്നുമില്ല, മോയ്സ്ചറൈസർ ഇടണ്, ലിപ്സ്റ്റിക് ഇടണ്, അത്ര തന്നെ ഉള്ളൂ. പിന്നെ കണ്ണ് എഴുതാമെന്ന് വിചാരിച്ചിരുന്നു, പിന്നെ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് കുളവിൽ വെച്ചിട്ട് ഞാൻ കണ്ണെഴുതാൻ നിന്നതാണ്. നല്ല ചൂട് ചായയും അതിൻ്റെ കൂടെ സോഫ്റ്റ് പൊറാട്ടയും പിന്നെ ആ കിഡിലൻ കോളിഫ്ലവർ കറിയാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ മഹാമലബാർ മേളയിലേക്കാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, കണ്ണ് തള്ളിപ്പോയിട്ടോ ശരിക്കും. കൊട്ടിയൂരിൻ്റെ മനോഹരമായ ഓർമ്മകളുടെയും ഞങ്ങളുടെ ഈ യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൊട്ടിയൂർ സീരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലത്തെ അടുത്ത യാത്രകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.